ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഭയിലെ കൂദാശകളോട് ചേർന്നാണ് 50 നോമ്പ് ആചരിക്കുന്നത്. ക്രൈസ്തവ ജീവിതത്തിന്റെ ആരാധനാ മത്സരത്തിൽ വരുന്ന ആന്തരിക പ്രായശ്ചിത്തത്തിന്റെ വലിയ കാലയളവാണിത്. എങ്ങനെയാണ് അനുരഞ്ജന ശുശ്രൂഷ സഭയുടെ പഠനങ്ങളിലൂടെ, വചനത്തിലൂടെ പ്രകടമാക്കുക എന്ന് നമുക്ക് നോക്കാം. ദരിദ്രരുള്ള താല്പര്യം, നീതിയുടെയും ന്യായത്തിൻ്റെയും പരിശീലനവും സംരക്ഷണവും, സഹോദരങ്ങളോട് ചെയ്ത തെറ്റുകളുടെ ഏറ്റുപറച്ചിൽ, സഹോദര സഹജമായ തെറ്റുതിരുത്തൽ, ജീവിതത്തിൻ്റെ പുനഃപരിശോധന, മനസാക്ഷി പരിശോധന, ആധ്യാത്മിക നിയന്ത്രണം, പീഡകളുടെ സ്വീകരണം, നീതിയെ പ്രതിയുള്ള പീഡാസഹനം എന്നിവയിലൂടെ മാനസാന്തരം നടക്കുന്നു. വചനത്തിലൂടെ ഒരു വിചിന്തനം നടത്താം. ആമോസ് പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 24-ാം വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യമൊരിക്കലും വറ്റാത്ത നീർച്ചാൽ പോലെ. ഈ ഒരു ഭാഗത്തെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ വ്യക്തമാക്കാം. 1-ാം അധ്യായം 17-ാം വചനം: നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ, നീതി അന്വേഷിക്കുവിൻ, മർദ്ദനം അവസാനിപ്പിക്കുവിൻ, അനാഥരോട് നീതി ചെയ്യുവിൻ, വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ. ഇതാണ് അനുദിന ജീവിതത്തിൽ നിന്നും ഈശോ ആഗ്രഹിക്കുന്നത്. നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നന്മ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഉപേക്ഷ എന്ന പാപം മൂലം നന്മ ചെയ്യാതിരുന്നിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തുകയും വചനത്തിന് അനുസൃതമായി ജീവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ഓരോ പ്രവൃത്തിയും വാക്കും ചിന്തയുമെല്ലാം ദൈവത്തിനു മുമ്പിൽ വിലയുള്ളതാണ് എന്ന ബോധ്യം പരിശുദ്ധാത്മാവ് നൽകട്ടെ. അനുദിന വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ ജീവനുള്ള, തേജസ്സുള്ള, പ്രശോഭയുള്ള ഈശോയെ സ്വീകരിക്കുന്ന നാം ഓരോരുത്തരും ഈശോയുടെ ജീവിതത്തിന്റെ ആ സൽമാതൃക മറ്റുള്ളവരിലേക്ക് പകരപ്പെടാനായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ ഈശോയുടെ വചനത്തോട് എത്രമാത്രം ഇണങ്ങിയാണ് ജീവിക്കുന്നതെന്ന് വിചിന്തനം ചെയ്യാനുള്ള കാലഘട്ടം കൂടിയാണിത്. നമ്മൾ ഇന്ന് ധ്യാനിച്ച വചനഭാഗത്തോട് ചേർന്നാണ് ജീവിതത്തിന്റെ പ്രവൃത്തിയും വാക്കുകളും ചിന്തകളുമൊക്കെ എന്ന് പുനഃപരിശോധിക്കാം. നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് നോക്കാം. ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോ നാം ചെയ്യുന്ന നന്മ പ്രവൃത്തികളെ കണ്ട് സന്തോഷിക്കുകയാണോ, അതോ വചനവിരുദ്ധമായ ജീവിതം കണ്ട് വേദനിക്കുകയാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് ഈ നോമ്പുകാലം നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. ആന്തരിക പ്രായശ്ചിത്തത്തിലൂടെ ഈശോയുടെ കൂടെ അനുരൂപരാകാൻ വിളിച്ച ദൈവപിതാവിന്റെ തിരുമുമ്പിൽ ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ വ്യാപരിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ ഓരോ പ്രവൃത്തികളും കമ്പയർ ചെയ്യേണ്ടത് ആദിജാതനായ യേശു ക്രിസ്തുവിനോട് കൂടെയാണ്. നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായ ഈശോയുടെ സ്വഭാവത്തിനനുസൃതമായാണോ മാനുഷികവും ആത്മീയവുമായ ജീവിതം? സഹോദരങ്ങളെ, ദൈവപിതാവ് തന്റെ ആദിജാതന്റെ മഹത്വത്തോട് തുലനം ചെയ്യാൻ മാമോദിസ എന്ന കൃപാവരത്തിലൂടെ വിളിച്ചവരാണ് ക്രൈസ്തവരായ നാം ഓരോരുത്തരും. യേശു ക്രിസ്തുവിനോടൊപ്പം അനുരഞ്ജിപ്പിച്ച ദൈവപിതാവിന്റെ മുമ്പിൽ നമ്മൾ എങ്ങനെയാണെന്നുള്ള തിരിഞ്ഞ നോട്ടം കൂടിയാണ് ഈ നോമ്പുകാലം. അതിനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ പാപബോധത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും കൂടുതൽ പഠിപ്പിക്കട്ടെ എന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി നമുക്ക് യാചിക്കാം. സ്വർഗത്തിലെ വലിയ കൃപകളാലും അനുരഞ്ജനത്തിന് വലിയ കൂദാശകളാലും നാം ഓരോരുത്തരും അഭിഷേകം പ്രാപിക്കട്ടെ.